വീഡിയോ മോർഫിയോ റിച്ചാർഡ്സ് ഓവനെ കുറിച്ചാണ്. ഇതിൽ കേക്കിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 230 വരെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്, അതായത് ക്രീം കേക്ക് വെച്ചിട്ടുള്ള ബേസിക് സ്പഞ്ച് എല്ലാം നമ്മൾ 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഇതാണ് 180 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇതാണ് 180 ഡിഗ്രി. എല്ലാ ക്രീം കേക്കിൻ്റെ ബേസിക് സ്പഞ്ച് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഈ ടെമ്പറേച്ചറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, 180 ഡിഗ്രിയിൽ. പ്ലം കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത് 200 ഡിഗ്രിയിലാണ്. ഇതാണ് കേട്ടോ 200 ഡിഗ്രിയെ. ഈ ഒരു 200 ഡിഗ്രിയിലാണ് നമ്മൾ പ്ലം കേക്ക് പ്രീ ഹീറ്റ് ചെയ്യാനിടുന്ന മൂഡ്, ടെമ്പറേച്ചർ മൂഡ്. വാനില ബേസിക് സ്പഞ്ച് നമ്മൾ 180ലാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും എല്ലാം 180 ഡിഗ്രിയിലാണ്. പ്ലം കേക്ക് നമ്മൾ 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 170, 160 വരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. അത് ബ്രൗണീസൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ്, 180 ഡിഗ്രിയിൽ. അടുത്തത് ഫങ്ഷനാണ്. 6 ഫങ്ഷനാണ് ഉള്ളത്. നമ്മൾ ബേസിക് സ്പോഞ്ച് എല്ലാം നമ്മൾ ഈ ഒരു ഫങ്ഷനിൽ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. മുകളിലും താഴെയും ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ബേസിക് സ്പഞ്ചുകളെല്ലാം ക്രീം വെച്ചിട്ടുള്ള ബേസിക് സ്പോഞ്ച് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഈ ഒരു ഫങ്ഷനിൽ വെച്ചിട്ടാണ്, മുകളിലും താഴെയും വെച്ചിട്ട്. അതേപോലെ തന്നെ ബ്രൗണീസ് ഈ ഫങ്ഷനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബണ്ണ്, കുക്കീസ്, പ്ലം കേക്ക്, പിസ്സ എല്ലാം ഈ ഒരു മൂഡിലാണ് നമ്മൾ, ഈ ഒരു ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. മുകളിലും താഴെയും ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി മുകളൊന്ന് വെന്തതിന് ശേഷം നിങ്ങൾക്ക് താഴത്ത് മാത്രമാണ് വേവാണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ടൈമർ. 120 വരെയുണ്ട്. നമ്മൾ ബേസിക് സ്പോഞ്ചിന് നമ്മൾ 10 മിനിറ്റ് നമ്മളിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ മോഡ് കൊടുക്കണം. ടൈമറിന് ഈ മോഡ് കൊടുക്കണം. 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പതുക്കെ ഇതുപോലെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ നമ്മൾ ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് ബേസിക് സ്പഞ്ചിനൊക്കെ 40 വരെ വെച്ചാൽ മതിയാകും. 1 kg ഒക്കെ ആകുമ്പോൾ 40-നൊക്കെ അടുത്ത് സമയമെടുക്കും. ½ kg ഒക്കെ ആകുമ്പോൾ ഒരു 25 മിനിറ്റ്സ് വരെയൊക്കെ മതിയാവും. പിന്നെ പ്ലം കേക്കിനാകുമ്പോൾ നമ്മളൊരു 60 വരെയൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത്രയൊക്കെ വേണ്ടി വരും. ബാറ്ററിനനുസരിച്ച് നിങ്ങൾ ടൈം കൂട്ടി കൊടുക്കണം. ഇത് ടൈം തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഈ നോബ് ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. സൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സൗണ്ട് കേൾക്കും. നിങ്ങളുടെ കേക്ക് ബേക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ തിരിച്ച് നിങ്ങൾക്ക് ടൈമർ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. എല്ലാ കേക്കിനും അങ്ങനെ തന്നെ, ഏത് റെസിപ്പിക്കും. ഇതാണ് ഓവൻ്റെ ഉൾഭാഗം. ഈ ഒരു റാക്കിൽ വെച്ചിട്ടാണ് ബേസിക് സ്പഞ്ചുകൾ, ബ്രൗണീസ്, കുക്കീസ്, ബണ്ണ്, പിസ്സ ബേക്ക് ചെയ്യുന്നത്. ഈ ഒരു മോഡിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അതായത് മുകളിൽ നിന്നും 3ാമത്തെ തട്ടിലാണ് നമ്മൾ ഈ റാക്ക് വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ പ്ലം കേക്കിന് റാക്ക് നമ്മൾ താഴത്തേക്ക് മാറ്റി കൊടുക്കണം. ഈ ഒരു റാക്കിലോട്ട് വേണം നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്തെ ഈ ഒരു റാക്കിലോട്ട് മാറ്റി കൊടുക്കണം. ഓക്കെ, അവസാനത്തെ റാക്കിലാണ് നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ബേസിക് സ്പോഞ്ച് എല്ലാം നമ്മൾ വയ്ക്കുന്നത് ഈ റാക്കിലായിരിക്കും, നടുക്കത്തെ റാക്കിലായിരിക്കും നമ്മൾ ബേസിക് സ്പോഞ്ച്, ബ്രൗണീസ് എല്ലാം വയ്ക്കുന്നത് ഈ ഒരു റാക്കിൽ കൊണ്ടായിരിക്കും നമ്മൾ വയ്ക്കുന്നത്. പ്ലം കേക്കിന് മാത്രമേ ഇവിടെ നമ്മൾ റാക്ക് മാറ്റി കൊടുക്കാവുള്ളൂ.